കോട്ടയം 1949 ജൂലൈ 1 രൂപീകൃതമായി. താലൂക്കുകൾ: മീനച്ചിൽ, കോട്ടയം, ചങ്ങനാശ്ശേരി, വൈക്കം, കാഞ്ഞിരപ്പള്ളി. മുനിസിപ്പാലിറ്റികൾ: കോട്ടയം, പാല, ചങ്ങനാശ്ശേരി, വൈക്കം. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ: വാഗമൺ, കുമരകം, ഇല്ലിക്കൽകല്ല്. പ്രധാന നദികൾ: മീനച്ചിലാർ, മൂവാറ്റുപുഴയാർ, മണിമലയാർ. പ്രധാന ആരാധനാലയങ്ങൾ: വൈക്കം മഹാദേവ ക്ഷേത്രം, എരുമേലി, പനച്ചിക്കാവ്, ഭരണങ്ങാനം പള്ളി, ഏറ്റുമാനൂർ ശിവക്ഷേത്രം. കേരളത്തിലെ ആദ്യ കോളേജ് CMS കോളേജാണ്. കേരളത്തിലെ ആദ്യ പ്രിന്റിംഗ് പ്രസ് CMS പ്രിന്റിംഗ് പ്രസ്സാണ്. CMS പ്രിന്റിംഗ് പ്രസ് 1921 ബെയിലിയാണ് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യ സ്കൂൾ CMS സ്കൂളാണ്. 1818 സ്ഥാപിതമായി. അക്ഷരനഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. 3 എല്ലുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ്. ലെറ്റർ, ലാറ്റക്സ്, ലേക്സ്. കേരളത്തിൽ നിലവിലുള്ളതിൽ ഏറ്റവും പഴയ പത്രം ദീപികയാണ്. 1887 സ്ഥാപിതമായി. 1888 മനോരമ പത്രം സ്ഥാപിതമാക്കി. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് സ്ഥാപകൻ. കോട്ടയമാണ് മനോരമയുടെ ആസ്ഥാനം. കേരളത്തിലെ ആദ്യ സിമന്റ് ഫാക്ടറിയായ ട്രാവൻകൂർ സിമന്റ് ഫാക്ടറി നാട്ടകത്താണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം കോട്ടയമാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയത്താണ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 ആണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്ത് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ്ണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആണ്. സമുദ്രതീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളുടെ അതിർത്തി പങ്കിടുന്നതുമായ ജില്ലയാണ് കോട്ടയം. KR നാരായണന്റെ ജന്മദേശം ഉഴവൂർ ആണ്. കോട്ടയം പട്ടണം മീനച്ചിലാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സാഹിത്യ പ്രവർത്തന സഹകരണ സംഘത്തിന്റെ ആസ്ഥാനം കോട്ടയത്താണ്. റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയത്താണ്. ദിവാൻ രാമറാവു ആണ് കോട്ടയത്തിന്റെ ശില്പി. വൈക്കം സത്യാഗ്രഹം TK മാധവന്റെ നേതൃത്വത്തിലാണ് നടന്നത്. ബുക്കർ പ്രൈസ് നേടിയ അരുന്ധതി റോയിയുടെ കൃതിയായ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് പ്രതിപാദിച്ചിരിക്കുന്നത് മീനച്ചിലാറിന്റെ കോട്ടയം പട്ടണമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 3600 അടി ഉയരത്തിലുള്ള ഇലവിഴ പൂഞ്ചിറ കോട്ടയം ജില്ലയിലാണ്. അരുന്ധതി റായ് ജനിച്ച ഗ്രാമം അയ്മനമാണ്. ശതമാനാടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കോട്ടയമാണ്. കേരളത്തിലെ ആദ്യ റബ്ബറൈസ്ഡ് റോഡ് KK റോഡാണ്. കോട്ടയം കുമളി റോഡ്. ഐതിഹ്യമാല രചിച്ചത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ്. അദ്ദേഹത്തിന്റെ നാട് കോട്ടയമാണ്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന പനച്ചിക്കാവ് ക്ഷേത്രം കോട്ടയത്താണ്. മരമല വെള്ളച്ചാട്ടം കോട്ടയത്താണ്. കോട്ടയത്തെ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണമായി 1959 ജൂൺ 5 പ്രഖ്യാപിച്ചു. HNL അഥവാ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് വെള്ളൂരാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ അത് കേരള ന്യൂസ് പ്രിന്റ് അക്കാദമി എന്ന പേരിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലെ ആദ്യ ടൊബാക്കോ ഫ്രീ ജില്ല കോട്ടയമാണ്. NSS ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. കേരളത്തിലെ ഒരേ ഒരു സൂര്യക്ഷേത്രം ആദിത്യപുരമാണ്. കോട്ടയം ജില്ലയിലാണ്.